ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫൈനലി ഇന്ന് നമ്മുടെ +2 റിസൾട്ട് വരുന്ന ദിവസം. 2 ദിവസം മുമ്പേ എനിക്ക് വെപ്രാളം തുടങ്ങി, എന്താ പറയുക, ടെൻഷൻ തുടങ്ങി. സാധാരണ 10th റിസൾട്ട് വരുമ്പോൾ ഞാൻ എത്ര പേടിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ദിവസം ഒരു 10 മിനിറ്റ് മുമ്പ് ചെറിയ പേടിയുണ്ടായിരുന്നു. ഇത് 2 ദിവസം മുമ്പേ തുടങ്ങി ഗൈസ്, പേടിയും വെപ്രാളമൊക്കെ. എന്താ പറയുക, എനിക്കൊന്നും പറയുന്നില്ല. എന്തായാലും റിസൾട്ട് നല്ല കുറയുമെന്ന് എനിക്കറിയാം. പിന്നെ ചില യൂട്യൂബ് വീഡിയോസ് കണ്ടു, നല്ല മോട്ടിവേറ്റ് ചെയ്തു. എന്താ പറയുക, നിങ്ങൾക്കിപ്പോൾ മാർക്ക് കുറഞ്ഞാലൊന്നും വിഷമിക്കണ്ട, ഇത് ജസ്റ്റ് പേപ്പർ തന്നെയല്ലേ. പിന്നെ ഇന്നും നമ്മുടെ ലൈഫിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഇതൊന്നുമില്ല. ഇന്നും നമ്മുടെ ലൈഫ് എവിടെയോ കിടക്കുന്നു. സോ വി വാണ്ട് ടു വർക്ക് ഹാർഡ് ടു അച്ചീവ് ബിഗ് തിങ്സ് ഇൻ അവർ ഫ്യൂച്ചർ. ഹാർഡ് വർക്ക് ചെയ്യണം, അതൊക്കെ അത്രേ ഉള്ളൂ. സമയം ഏകദേശം 3:02 എത്ര മണിക്കാണ് റിസൾട്ട് വരിക? 3:30 3:30 റിസൾട്ട് വരുന്നത് തോന്നുന്നു ഗൈസ്. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടല്ലോ, അദ്ദേഹം നമ്മളെ റിസൾട്ട് പ്രഖ്യാപിക്കും 3 മണിക്ക്. പരിചയമുള്ള റിലേറ്റീവ്സും പിന്നെ കുറച്ച് പരിചയക്കാരും ടീച്ചേഴ്സാണ്. അവരുടെ അടുത്തൊക്കെ ഞാൻ അന്വേഷിച്ചപ്പോൾ വാല്യുവേഷൻ ലിബറൽ ആയിരുന്നില്ല, ചെറുതായിട്ട് ടഫ് വാല്യുവേഷൻ തന്നെയായിരുന്നു. സോ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ചെറുതായി പേടിയാവുന്നു. പിന്നെ റിസൾട്ട് വരുമ്പോൾ അറിയാം. പിന്നെ എനിക്ക് ഇമ്പ്രൂവ്മെൻ്റ് റിസൾട്ട് വന്നു ഗൈസ്. 96% ആയോ 95.6 95.9 സംതിങ് പെർസെൻറ്റേജ് ആയി. ഇംഗ്ലീഷിൽ A+ ആയി. ദാറ്റ്സ് എ ഗുഡ് ന്യൂസ് ഫോർ മീ. പിന്നെ കീമിൻ്റെ റിസൾട്ട് വന്നു, കിട്ടിയില്ല. നല്ല ലോ ആണ് മാർക്കൊക്കെ. എനിക്ക് 38 മാർക്കുള്ളൂ, 47%, 47%. സോ അങ്ങനെയൊക്കെയാണ്. റിപ്പീറ്റ് ചെയ്യാനാണ് പ്ലാൻ. ഇപ്പോൾ 3:10 4 മണിക്ക് ഒരു റിസൾട്ട് വരും, 3 മണിക്ക് റിസൾട്ട് വരും. ഒരു രക്ഷയില്ല. സമയം ഇങ്ങനെ പോവാണ്. നല്ല ഹാർട്ട് ബീറ്റ് ശബ്ദിച്ചടിക്കണം എൻ്റെ ഗായ്സ്. പിന്നെ ന്യൂസ് വന്നു. ന്യൂസിൽ മറ്റേ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കഴിഞ്ഞ വർഷത്തെക്കാളും ഇപ്പോൾ വിജയ % കുറവായി. പിന്നെ 30,000 സംതിങ് ആൾക്കാർ ഫുൾ A+ ഉണ്ട്. പിന്നെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ന്യൂസിൽ. നല്ല മാർക്ക് ഉണ്ടാവട്ടെ ഗൈസ് എല്ലാവർക്കും, ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗൈസ് സമയം 3:38 വരുന്നില്ല, അത് 3:39. ദ സർവീസ് ഈസ് അൺഅവൈലബിൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ ഇതില്ല ക്ലോക്ക് കണ്ട 3:39. ദ സർവീസ് ഈസ് അൺഅവൈലബിൾ എന്നാണ് വെബ്സൈറ്റ് കൊടുത്തിരിക്കുന്നത്. ഇതപ്പോൾ ലിങ്കൊക്കെ ഫ്രണ്ട് അയച്ചു തരാൻ പറഞ്ഞു. വെയിറ്റിംഗ്. ഇതവിടെ എൻ്റെ പാരൻസ് ഒക്കെ അടുത്തുണ്ട്. ഹലോ പപ്പ അമ്മ, എന്താണ് എക്സ്പെക്ടേഷൻ? എല്ലാ ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. എനിക്കൊന്നും പറഞ്ഞില്ല ഗൈസ്. ഇത് കണ്ട ലിങ്ക് വരുന്നില്ല മണ്ടായിരുന്നു ഗൈസ്. ലിങ്കൊക്കെ തപ്പി ഒന്നും വന്നില്ല, റെഡി ആയില്ല. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ലിങ്ക് അയച്ചിട്ടുണ്ട്, യഥാർത്ഥ ലിങ്ക്. അതിലിപ്പോൾ എല്ലാം വന്നിട്ടുണ്ട്. രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ലിങ്ക് കോളം വന്നിട്ടുണ്ട്. ഹാൾ ടിക്കറ്റ് എടുത്ത് വെച്ച് ഞാൻ നല്ല എക്സൈറ്റഡാണ് ഗൈസ്. ഇപ്പോൾ ഇതാ അടിക്കണം, ടൈപ്പ് ചെയ്യണം. എൻ്റെ പാരൻസ് അടുത്തുണ്ട്, ഉമ്മയും പപ്പയുണ്ട്. അമ്മ പപ്പ ടൈപ്പ് ചെയ്യാൻ പോവാണ്. ഇപ്പോഴേ പറയണേ, കെമിസ്ട്രിയും ഫിസിക്സൊന്നും A+ പ്രതീക്ഷിക്കാൻ പറ്റില്ല. പിന്നെ മാത്സ് കിട്ടി പോയാണ് ഗൈസ്. എൻ്റെ അവസ്ഥ ഇതാണ്. സമയം കുറേ ആയി, എന്നിട്ടും ഇപ്പോൾ ടൈപ്പ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്യാണ്. ടു 419 ടൈപ്പ് ചെയ്തു. ഗായ്സ് വന്നു. ഒരു മിനിറ്റ്, ഇതിപ്പോൾ എങ്ങനെ സൂം ചെയ്യണല്ലോ. ഇത് നമ്മൾ നോക്കോ, എത്ര A+, 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 5 A+ഉം ഒരു A. പിന്നെ എന്താ കൂടുതൽ എക്സൈറ്റഡ് ആവാത്തത്? ഹൈ വന്നു. താങ്ക് യു. ഇതമ്മ മാർക്ക് നോക്കൂ ഗായ്സ്. കണ്ടില്ല എൻ്റെ മാർക്ക്? എന്തൊക്കെ എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു, അത്ര വലിയ എക്സ്പെക്റ്റഡ് ഒന്നുമല്ല ഞാൻ, സത്യം പറഞ്ഞാൽ. കിട്ടി, ഞാൻ ഹാപ്പിയാണ്. എല്ലാത്തിലും നല്ല മാർക്കുണ്ട്. ഞാൻ വിചാരിച്ചു 5 A+ ഒന്നും കിട്ടില്ല എന്ന്. എൻ്റെ മാർക്ക് ഇതവിടെ കൊടുക്കത്തുണ്ട്. ഇവിടെ കൊടുക്കാൻ ഞാൻ ഓക്കെ അല്ലേ? കാണില്ലേ? അവിടെ കൊടുത്തിട്ടുണ്ട്.
ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് സത്യം പറഞ്ഞാൽ. ടഫായിരുന്നില്ലേ നമുക്ക് എക്സാം, മാത്സ്, കെമിസ്ട്രി, ഫിസിക്സ്. കെമിസ്ട്രിയും ഫിസിക്സും നല്ല ടഫായിരുന്നു. അത് നല്ല ബാധിച്ചിട്ടുമുണ്ട്, എൻ്റെ ഇതിൽ നല്ലോണം ബാധിച്ചിട്ടുമുണ്ട്. കാരണം ജസ്റ്റ് മിസ്സിന് എനിക്ക് A+ കിട്ടിയത്. കുഴപ്പമില്ല, ഐ ആം ഹാപ്പി. എനിക്ക് എത്ര കിട്ടില്ല, A+ കിട്ടില്ലോ. പിന്നെ എൻ്റെ പാരൻസ് അവർ നല്ല സന്തോഷപ്പെട്ടു. കാരണം അവരടുത്ത് പറഞ്ഞിട്ടായിരുന്നു എനിക്ക് A ഗ്രേഡും കൂടി കിട്ടില്ല എന്നാണ് പറഞ്ഞത്. സോ ഇപ്പോൾ അവർക്ക് A+ പറഞ്ഞപ്പോൾ നല്ല സന്തോഷമുണ്ട്. പിന്നെ കെമിസ്ട്രിയിൽ A ഗ്രേഡ് കിട്ടിയ കാരണം എന്താ പറയുക, ഇമ്പ്രൂവ്മെൻ്റ് എഴുതിക്കോ പറഞ്ഞു. പിന്നെ എനിക്ക് കെമിസ്ട്രിയിൽ പോയത് 5 മാർക്കിന് പോയി A+. ഞാൻ ഇമ്പ്രൂവ്മെൻ്റ് എഴുതാൻ പ്ലാൻ ഉണ്ട് ഗൈസ്. പിന്നെ ബാക്കിയൊക്കെ എങ്ങനെയോ ജസ്റ്റ് മിസ്സിന് A+ കിട്ടിയത്. പിന്നെ എൻ്റെ ചില ഫ്രണ്ട്സിനൊക്കെ 2-3 മാർക്കിന് A+ പോയത്. നല്ല മാർക്കൊക്കെ ഉണ്ട്. സി ഗൈസ്, ഈ മാർക്കൊന്നും അത്ര വലിയ കാര്യമില്ല. നോക്ക്, എനിക്കിപ്പോൾ 93% കിട്ടി. എന്താ പറയുക, എൻ്റെ 2 സൈഡ് ഉണ്ട്. ഒന്ന് കിട്ടിയുള്ളൂ, ഒന്ന് ഇത്രയും കിട്ടി. ഞാൻ ഇത്രയും കിട്ടിയില്ലാണ് പോകുന്നത്. കാരണം നല്ല ടഫായിരുന്നു നമ്മുടെ എക്സാംസൊക്കെ. സോ ഇത് നല്ലൊരു വിഷയം തന്നെയാണ്. പിന്നെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ 98%, 96%, ഫുൾ A+. കുറേ പേർക്ക് ഫുൾ A+. എനിക്ക് തോന്നുന്നു വിജയ ശതമാനം കുറഞ്ഞോ കൂടിയോ എന്ന്. കുറഞ്ഞോന്ന് പറഞ്ഞു ന്യൂസിൽ. കറക്റ്റായിട്ട് ഒന്നും കൂടെ വല്ലതും നോക്കണം, ന്യൂസ് വല്ലതും നോക്കണം. ഞാൻ ഹാപ്പിയാണ് ഗൈസ്, 93% ഉണ്ട്. ഹാപ്പി. പിന്നെ പഴയ ഫ്രണ്ട്സൊക്കെ എന്നെ വിളിച്ചു. 10th പഠിച്ച ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ വിളിക്കുന്നു, ചാറ്റ് ചെയ്യുന്നു. നല്ല സന്തോഷമുണ്ട്. അവരൊക്കെ 2-3 കൊല്ലം മിണ്ടിയിട്ടേ ഇല്ല, ചാറ്റ് ചെയ്തില്ല. നല്ല സന്തോഷമുണ്ട് പഴയ ഫ്രണ്ട്സൊക്കെ വിളിക്കുമ്പോൾ. അവർക്ക് നല്ല മാർക്കൊക്കെ ഉണ്ട്, എല്ലാവരും പാസ്സായി. പിന്നെ എല്ലാത്തിനും A+, A ഗ്രേഡ്, B+ ഒക്കെ ഉണ്ട്. ഇത് അത്ര മോശപ്പെട്ട മാർക്കൊന്നുമല്ല ഗൈസ്. ഇപ്പം എനിക്ക് 93 പറഞ്ഞത് ചിലവർക്ക് വലിയ മാർക്കാവാം, ചിലവർക്ക് പുച്ഛ മാർക്കാവാം. മേ ബി കമ്പാരിറ്റീവ്ലി അവർക്ക് നല്ല മാർക്ക് ഉണ്ടാവാം. ഈ മാർക്കൊക്കെ കിട്ടിയിട്ട് എന്തിനാണ്? സോറി, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഇത് എന്താ പറയുക, ഒരു സ്റ്റെപ്പ് തന്നെയാണ്. ബട്ട് ഇപ്പോൾ നിങ്ങളിൽ ചിലവർ ഈ വീഡിയോ കാണുമ്പോൾ തോറ്റുണ്ടെങ്കിൽ ഐ എം എക്സ്ട്രീംലി അണ്ടർസ്റ്റാൻഡബിൾ യുവർ കറണ്ട് സിറ്റുവേഷൻ. വലിയ ആൾക്കാരൊന്നും തോൽവി നേരിടാതെ സക്സസ് ആയിട്ട് ആരും ഉണ്ടായിരുന്നില്ല. എല്ലാ വലിയ ആൾക്കാരും കുറേ തവണ തോറ്റുണ്ടാവും. സോ ഇപ്പോൾ നിങ്ങൾക്ക് വല്ല മാർക്ക് കുറഞ്ഞാലോ, നിങ്ങൾ മാർക്ക് പ്രതീക്ഷ മാർക്കിന് കിട്ടിയില്ലെങ്കിലോ, ഗൈസ്, ബി സ്ട്രോങ്. പിന്നെ ഇമ്പ്രൂവ്മെൻ്റ് എഴുതാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഇമ്പ്രൂവ്മെൻ്റ് എഴുതൂ. പിന്നെ ഇത്ര വലിയ മാർക്ക് കുറഞ്ഞിട്ട് ഓവർ എന്താ പറയുക, ടെൻഷനൊക്കെ ആയിട്ട് സൂയിസൈഡൊന്നും ഒരിക്കലും ചെയ്യാൻ പറ്റില്ല കേട്ടോ. സത്യം പറയാലോ, ന്യൂസ് എടുത്ത് അതാണ്ടല്ലോ തോന്നുന്നു, പേജാറ് തോന്നുന്നു. ഇതൊക്കെ എന്തിനാണ് സത്യം പറഞ്ഞത്? സൂയിസൈഡൊക്കെ മാർക്ക് കുറഞ്ഞോ പോയി. ചിലവർക്കത് നല്ല എഫക്റ്റ് ആകും. കാരണം ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചിട്ട് കിട്ടിയില്ല പറഞ്ഞാൽ ഇറ്റ്സ് അണ്ടർസ്റ്റാൻഡബിൾ. എനിവേ ഗൈസ്, ഇപ്പം നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ഞാൻ എല്ലാവർക്കും പ്രാർത്ഥിക്കാം. പിന്നെ നിങ്ങളുടെ മാർക്ക് താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. വീഡിയോ കൂടുതൽ എടുത്ത് ലോങ് ഒന്നും ആക്കുന്നില്ല. എൻ്റെ അടുത്ത പ്ലാൻ എന്താ ചോദിച്ചാൽ റിപ്പീറ്റ് ചെയ്യാനാണ് പ്ലാന്. റിപ്പീറ്റ് ചെയ്ത് കിട്ടുമോ അറിയില്ല. പിന്നെ എനിക്ക് എന്താവണം ചോദിച്ചാൽ റോബോട്ടിക് എഞ്ചിനീയർ, റോബോട്ടിക്സൊക്കെ എനിക്ക് നല്ല താല്പര്യമുണ്ട്. സോ എൻ്റെ കരിയർ അങ്ങനെ നോക്കാനാണ് പ്ലാന്. റോബോട്ടിക്സ്, എയറോസ്പേസ് എഞ്ചിനീയറിങ്, പിന്നെന്താ കമ്പ്യൂട്ടർ സയൻസ്, അങ്ങനെയൊക്കെ തന്നെ എന്തെങ്കിലും ആവായിരിക്കില്ല ഫ്യൂച്ചറിൽ. നല്ല ഹാർഡ് വർക്ക് ചെയ്യുക ഗൈസ്. പിന്നെ നിങ്ങൾ തോറ്റു പറഞ്ഞിട്ട് സങ്കടപ്പെടാനൊന്നുമില്ല. അതൊക്കെ നമ്മുടെ മൈൻഡ് സെറ്റ് അവിടെ ഇരിക്കുന്നത്. നമ്മുടെ മൈൻഡ് സെറ്റ് എത്രത്തോളം സ്ട്രോങ് ആക്കാനാണ് ഇത് ഇപ്പം നിങ്ങൾക്ക് തരാം. മേ ബി ഇപ്പോൾ നിങ്ങൾ ഈ എക്സാമിൽ തോറ്റു വിചാരിച്ചോ, ഒരിക്കലും ഇത് നിങ്ങളുടെ ഫുൾ സ്റ്റോപ്പ് ആവില്ല. ആകരുത്. ഇത് കോമയായിരിക്കണം. മനസ്സിലാവോ എന്താ അറിയില്ല. ഇന്ന് നമുക്ക് കുറേ അവസരങ്ങളുണ്ട്. ഞാൻ യൂട്യൂബിൽ കണ്ട് കുറേ മോട്ടിവേറ്റ് അടിച്ചിട്ടപ്പോൾ മോട്ടിവേഷൻ പറയുന്നത് ഇതൊന്നും വലുതായിട്ടൊന്നും മാറ്റർ ആവില്ല. ഇപ്പോൾ ആരൊക്കെ ചോദിക്കും, 2 ദിവസം ഇങ്ങനെ ഉണ്ടാവും, പേരുണ്ടാവും, കുറേ പേര് ചോദിക്കുമായിരിക്കും. എനിക്ക് 5+ കിട്ടി കാരണം ഞാൻ ഹാപ്പിയാണ്. ഇപ്പം നിങ്ങൾക്ക് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഗൈസ്. നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കൊടുക്കും. നിങ്ങൾക്ക് കുറവാണെങ്കിൽ മേ ബി നിങ്ങൾക്ക് വേറെ വല്ല പാഷനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ വല്ല സ്കിൽസ് വല്ലതും ഡെവലപ്പ് ചെയ്യൂ നിങ്ങൾ. പിന്നെ നിങ്ങളുടെ പാഷനെ ഫോളോ ചെയ്യൂ. പിന്നെ നിങ്ങളുടെ മാർക്ക് പറയൂ ഗൈസ്. ഐ ആം വെരി ക്യൂരിയസ് ടു ഹിയർ യുവർ മാർക്ക്. പിന്നെ ഈ വീഡിയോ കാണാൻ +1 സ്റ്റുഡൻസ് വല്ലതും ഉണ്ടെങ്കിൽ ഗൈസ്, എങ്ങനെയുണ്ട് +1 ഒക്കെ എപ്പോഴാണ് റിസൾട്ട് പറഞ്ഞ പോലെ 28-ാം തീയതി എന്തോല്ലേ. സോ ഓൾ ദി ബെസ്റ്റ്, നിങ്ങൾക്ക് നല്ല മാർക്ക് വരട്ടെ. പിന്നെ വീഡിയോ കഴിഞ്ഞു ഗൈസ്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ.